നമസ്കാരം. വെറും 9 മാസത്തെ ചർച്ച ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നട്ടെല്ലുറപ്പിൽ അവസാനം ഇന്ത്യയും ന്യൂസിലാൻഡും സ്വതന്ത്ര വ്യാപാര കരാറിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഇതൊരു ചരിത്രമാണ്. പുതുചരിത്രം എഴുതിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ കരാറിനെ ഇരു രാജ്യങ്ങളുടെയും ശക്തമായ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാനമായ ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇരു രാജ്യങ്ങളും ഒരുപോലെ ഗുണകരമാകുന്ന സുപ്രധാനമായ പ്രഖ്യാപനം എത്തിയത്. 2025 മാർച്ചിൽ പ്രധാനമന്ത്രി ലക്സന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് കരാർ സംബന്ധിച്ച ചർച്ചകൾ ആദ്യമായി ആരംഭിച്ചത്. വെറും 9 മാസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കി കരാറിലെത്താൻ സാധിച്ചത് രണ്ടു രാജ്യങ്ങളുടെയും ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ കരാർ സഹായിക്കും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ന്യൂസിലാൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് $20 ബില്യൺ നിക്ഷേപം കൊണ്ടുവരാൻ കരാർ ലക്ഷ്യമിടുന്നു. ന്യൂസിലാൻഡിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയുടെ 95% ഇറക്കുമതി തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യും. നിലവിൽ $1.1 ബില്യൺ ന്യൂസിലാൻഡ് കയറ്റുമതി വരും ദശകങ്ങൾ പ്രതിവർഷം $1.3 ബില്യൺ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കരാർ കേവലം വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വിവിധ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. വിപണികളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നതിലൂടെ കർഷകർക്കും ഇടത്തരം സംരംഭകർക്കും വലിയ ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾക്കും സംരംഭങ്ങൾക്കും യുവാക്കൾക്കും പുതിയ തൊഴിൽ പഠന അവസരങ്ങൾ കൂടി തുറക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകൾക്കൊപ്പം പ്രതിരോധം, കായികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കുവാൻ കരാറിൽ തീരുമാനമായിട്ടുണ്ട്. സ്കോച്ച് വിസ്കി ഉൾപ്പെടെയുള്ള ഈ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇനി വില കുറയും. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചുകയും ഇന്ത്യ ന്യൂസിലാൻഡും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു വലിയ സുപ്രധാന നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഇരു നേതാക്കളും നിരന്തരം ബന്ധം പുലർത്താൻ ധാരണയായി എന്നും മോദി വ്യക്തമാക്കുന്നു. എക്സ് പോസ്റ്റിലൂടെയാണ് പ്രധാനമന്ത്രി ലക്സൺ ഈ നേട്ടത്തെ അഭിനന്ദിച്ചത്. ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ നീങ്ങുന്നത് ന്യൂസിലാൻഡിന്റെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കരുത്തു പകരുമെന്നും അദ്ദേഹം പറയുന്നു. രണ്ട് രാജ്യങ്ങളിലെയും പൗരന്മാർക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഈ കരാർ ഏഷ്യ പസഫിക് മേഖലയിലെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കും വലിയ സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും മോദി എന്ന ഒരു മനുഷ്യന്റെ ഉറച്ച തീരുമാനത്തിന് മുന്നിലാണ് ന്യൂസിലാൻഡ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നത്.